ഈ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രതികരണം വരും എന്ന് പറയാൻ പറ്റൂല. ഇല്ല, പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമെന്ന് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അതും ഉണ്ടാവും. പക്ഷേ ഇത് ബാംഗ്ലൂരെല്ലാം പല കമ്പനീസിൽ ഇപ്പം നടപ്പിലാക്കി തുടങ്ങി. അതെ, എൻ്റെ ഇളയ അനുജനൊക്കെ വർക്ക് ചെയ്ത കമ്പനിയിൽ സഡൻ ഒരു ടീം വരും, എന്നിട്ട് എല്ലാ എംപ്ലോയീസിൻ്റെയും ബ്ലഡ് കളക്ട് ചെയ്യും, കൊണ്ടുപോയിട്ട് അവർ ചെയ്യുന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കലാണ്. ഉപയോഗിക്കുന്നവരെ ടെർമിനേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നം ഫേസ് ചെയ്യുന്ന ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ്. എൻ്റെ ഒരു സ്നേഹിതൻ കല്യാണം കഴിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷം അറിഞ്ഞത് അവൻ്റെ വൈഫ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഡിവോഴ്സിന് പുറകെ പോയതിന് ശേഷം പെണ്ണിനെപ്പോഴും ഒരു സപ്പോർട്ട് കൂടുതലല്ലേ, അതുകൊണ്ട് തന്നെ അവനക്ക് ഇതിൽ നിന്നും കഴിച്ചിലാവാൻ കുറേ പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രഗ് ഉപയോഗിക്കുന്നതിൽ ആണുങ്ങളൊപ്പം തന്നെ പെണ്ണുങ്ങളും ഇപ്പം മത്സരിക്കുന്നുണ്ട്. ഇതിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ 90% ഒഴിവായി കിട്ടും ഈ ഒരു സംഭവം. കല്യാണത്തിന് മുന്നേ പുയ്യാപ്പിളിൻ്റെ വീട്ടുകാരോട് പെണ്ണിൻ്റെ വീട്ടുകാർ പറയും പുയ്യാപ്പിളിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയണം. അതുപോലെ തന്നെ പുതിയാപ്പിളിൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാരോട് പറയും പെണ്ണിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയണം. ജെനുവിനായിട്ടുള്ള ഒരു ക്ലിനിക്കിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം കല്യാണം കഴിക്കാന്നുള്ള ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അത് മാത്രമല്ല, ഇത് കോളേജിലെല്ലാം നടപ്പിൽ വരുത്താം. ഈ ഒരു അഭിപ്രായം പറയുമോ? ഇപ്പം എൻ്റെ സൈഡിൽ എനിക്ക് രണ്ട് അനിയന്മാരെ കല്യാണം കഴിഞ്ഞ്, അല്ലെങ്കിൽ മാതൃകാപരമായിട്ട് ഞാൻ ഇവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നടത്തുമായിരുന്നു അല്ലേ. ഞാൻ ബ്ലഡ് ടെസ്റ്റിന് ഇപ്പോൾ തയ്യാറാണ്. കല്യാണത്തിന് ഇതെൻ്റെ അനിയനാണ്. നമ്മളെ കൂട്ടത്തിൽ ഇപ്പം എൻ്റെ വൈഫിന് 3 ആങ്ങളാറുണ്ട്, 2 കല്യാണം കഴിഞ്ഞ്. ഇത് നമുക്കുണ്ടാവില്ലേ നമ്മളെ സ്വഭാവത്തിനേക്കാളും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളെ ലുലു എന്ന് വിളിക്കുന്ന നമ്മളെ ഫയാസ്, മൂപ്പര കല്യാണം നോക്കുന്നുണ്ട് അല്ലേ. അപ്പം ഞാനീ പറഞ്ഞത് കൊണ്ട് മാതൃകാപരമായിട്ട് നമ്മൾ തുടങ്ങണ്ടേ. നീ ബ്ലഡ് ടെസ്റ്റിന് ഓക്കെയാണോ? ഉറപ്പല്ലേ? ഞാൻ കുറവായി പോവില്ലല്ലോ. അപ്പം ഫയാസിൻ്റെ ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അത് ഫയാസിന് വിവാഹാലോചന വരുന്ന ആൾക്കാർക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത് നമ്മൾ അങ്ങോട്ടും പറയും, പെണ്ണിൻ്റെ ബ്ലഡും ടെസ്റ്റ് ചെയ്യണം, ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം? പ്രാക്ടിക്കൽ ആക്കണം എന്നാണ്. ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമുക്ക് നടത്തിയാലോ? എന്തായാലും നിങ്ങൾ കമന്റ്